ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, ആദിമോനെ, മനുവിന് മോനോടുള്ള സ്നേഹം കണ്ടോ? മോൻ എന്ത് കാര്യമുണ്ടെങ്കിലും മനുവിനോട് പറഞ്ഞാ മതി. എപ്പോഴും പറയൂലോ, ഞാനൊരു ആൺകുട്ടിയാ, എന്തേലും വന്ന സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നൊക്കെ. അത് നിത്യാമ്മക്ക് വേണ്ടിയല്ലേ? എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെ വേണം. അവിടെ എല്ലാവർക്കും മോനെ ഇഷ്ടമല്ലേ? അപ്പൊ മോനെ എല്ലാവരോടും ചിരിച്ചും കളിച്ചുമൊക്കെ തന്നെ പെരുമാറണം, കേട്ടോ? മോനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാ അവൻ നല്ല മോനാണെന്ന് കേക്കണ്ടേ? മനു, ജ്യോതിയുടെ പെരുമാറ്റത്തില് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിലവളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. വളരെ ചെറിയ പ്രായത്തില് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷോക്ക് അവൾക്ക് കിട്ടിയത്. മനു അതിന്റെ കാരണക്കാരനുമല്ലേ? സാധാരണ കല്യാണം കഴിച്ചയക്കുമ്പോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കും, ഭൂമിയോളം ക്ഷമിക്കണമെന്ന്. മനുവിന്റെയും ജ്യോതിയുടെയും കാര്യത്തില് ഞാനത് മനുവിനോട് ആവശ്യപ്പെടാം. നിത്യേച്ചി, കഴിഞ്ഞ 8 വർഷം അവളുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. അതിന്റെ പ്രശ്നങ്ങള് അവളുടെ ജീവിതത്തിലുണ്ട്. ക്ഷമിച്ചും പുറത്തും അതൊക്കെ മാറ്റിയെടുത്ത് അവളെ നല്ലൊരു ഭാര്യയാക്കണം. അതിന് മനുവിന് പറ്റും. ഇല്ല നിത്യേച്ചി, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനുവിന് വിശ്വാസമുണ്ട്. പിന്നെ മനു, ആദ്യം മനുവും കൂട്ടി എന്റെ അടുത്ത് വരണമെന്ന് തോന്നിയ കൂടെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് വരണം. അതാണ് അതിന്റെ ശരി. നിത്യേച്ചി, നീ എന്റെ ആങ്ങള ചെറുക്കനല്ലേ? നിന്നോട് എനിക്കെന്തും സ്വാതന്ത്ര്യത്തോടെ പറയാലോ. വാ. ആദിക്കുട്ടാ, ഇനി അമ്മയ്ക്ക് പോകണം. മനു, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ. ഇങ്ങനെ മുഖം വാടിയാൽ എങ്ങനെയാ മോനെ? അമ്മയെ കണ്ടിട്ടല്ലേ പോകുന്നേ? അമ്മയോട് സംസാരിച്ചിട്ടല്ലേ പോകുന്നേ? അമ്മയുടെ മോൻ ചെല്ല്. പോവാ മനു. എന്താ വിളിച്ചത്? മനു എന്നോ? അത് ശരിയാവില്ല. അച്ഛ എന്നാ വിളിക്കേണ്ടത്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. മോന്റെ അച്ഛനാണ്, അങ്ങനെ വിളിക്കാവൂ. മോനൊന്ന് അച്ഛന്ന് വിളിച്ചേ. അമ്മയുടെ നല്ല കുട്ടനല്ലേ? അച്ഛന്ന് വിളിക്ക. അച്ഛാ,
താങ്ക്സ് നിത്യേച്ചി. ഞാനിപ്പോ എത്ര ഹാപ്പിയാണെന്ന് അറിയോ? എപ്പോഴും ഹാപ്പി ആയിരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കണം. അപ്പോഴേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവൂ. മോനെ കൊണ്ടുപോയ്ക്കോ. ഇവൻ പതുക്കെ പതുക്കെ മനുവിൻ്റെതായി മാറും. ശരി. വാ. വാ, ഇറങ്ങി വാ. നടക്കടാ. എവിടെ പോയത് രണ്ടാളും കൂടി? ഞങ്ങള് കുറെ കറങ്ങി അല്ലേ ആദിക്കോട്ട? മോൻ ഇതൊക്കെ കൊണ്ട് അകത്ത് വെക്ക്. ചെല്ല്.